പ്രിയ കുട്ടികളെ, നമ്മളിന്ന് ഗണിതമാണ് പറഞ്ഞിരുന്നത്. ഇപ്പോ ഗണിതം നമ്മൾ 4ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളുടെ അല്പം കൂടി വിശദമായ കാര്യങ്ങളാണ് ഉള്ളത്. ഗണിതത്തിലെ വരകളും വട്ടങ്ങളും, നമ്മള് ചതുരം, ത്രികോണം, ഇതായിരുന്നു 4ാം ക്ലാസ്സിൽ കാര്യമായിട്ട് പഠിച്ചിരുന്നത്. എന്നാൽ ഇവിടെ അതിൽ തന്നെ ചതുരമാണ് കൂടുതൽ പഠിച്ചത്, രൂപങ്ങളൊക്കെ. ഇവിടെ പഠിക്കുന്നത് വരകളും വട്ടങ്ങളും എന്ന് ഉദ്ദേശിക്കുന്നത് വട്ടം, വൃത്തം, അതിന്റെ പ്രത്യേകത കാര്യങ്ങള് ലളിതമായിട്ടൊന്ന് പിടിക്കുകയാണ് 1ാമത്തെ പാഠത്തില്. 2ാമത്തെ പാഠത്തിലെ സംഖ്യാലോകം, അത് വരുന്നത് വലിയ സംഖ്യകള്, ലക്ഷങ്ങള്, കോടികള്, അതിനപ്പുറമുള്ള സംഖ്യകളൊക്കെ വായിക്കാനും എഴുതാനും ഒക്കെയുള്ള പരിശീലനമാണ് 2ാമത്തെ പാഠത്തില്. 3ാമത്തത് ഗുണന രീതികള്, 3ാമത്തെ പാഠത്തില്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ഗുണനപ്പട്ടിക കാണാതെ പഠിക്കാതെ ഒരു രക്ഷയില്ല. നമ്മൾ ആദ്യം പഠിച്ചിരുന്നു, ഒരുപാട് ആളുകൾക്ക് അറിയാം, എങ്കിൽ തന്നെയും ഗുണനപ്പട്ടിക നമ്മൾ കാണാതെ പഠിക്കാൻ നിർബന്ധമാണ്. മറ്റൊന്ന് ഹരണ രീതികൾ, ഹരണത്തിന്റെ മാതൃക. നമ്മൾ ഹരണം പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതില് ശിഷ്ടം ഇല്ലാത്ത ഹരണമാണ് നമ്മൾ പഠിച്ചത്. അതിനപ്പുറത്തേക്ക് പോകുന്ന ഹരണമൊക്കെ ഉണ്ട്, അതാണ് മറ്റൊന്ന്. പിന്നെ ഭാഗങ്ങളുടെ സംഖ്യകൾ, ഒരു കാലത്ത് 4ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്നത് ഇപ്പോ 4ാം ക്ലാസ്സിൽ പുതിയ പുസ്തകത്തിൽ ഒഴിവാക്കിയത്. അതായത് ഭാഗിച്ച്, കാല്, അര, മുക്കാല്, അങ്ങനെയുള്ള സംഗതികളൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇനി എന്റെ ഇടയിൽ ആരപ്പോ ഒരാളൊന്ന് പോയി. എന്റെ സ്ക്രീന് പോയല്ലോ. കാണുന്നില്ല, സ്ക്രീന് കാണുന്നില്ലേ? ഇനി മറ്റൊന്ന് സമയത്തോടൊപ്പം, അത് വരുന്നത് നമ്മള് പഠിച്ച സമയം എന്ന് പറഞ്ഞാൽ 12 മണിക്കൂർ ക്ലോക്ക് ആയിരുന്നു. എന്നാൽ അതിനപ്പുറമുള്ള ഒരു സമയമുണ്ട്, 24 മണിക്കൂർ ക്ലോക്ക്. ആദ്യകാലത്ത് 4ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്നു, ഇപ്പൊ 5ലേക്ക് മാറ്റിയതാണ്. അങ്ങനെ 24 മണിക്കൂർ ക്ലോക്ക്, അതേപോലെ കലണ്ടറിൽ അതിവർഷം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സംഗതിയാണ് അതിൽ വരുന്നത്. നമുക്ക് തൽക്കാലം ഇന്ന് 1ാമത്തെ പാഠം തുടങ്ങി നോക്കാം. ഞാൻ ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ചൊരു ലഘു സൂചനയാണ് നൽകിയത്. വരകളും വട്ടങ്ങളും, നമ്മൾ പോകും, പിന്നെ പല സ്ഥലങ്ങളിലായിട്ട് യാത്ര ചെയ്യുമ്പോൾ മറ്റൊക്കെ കൗതുകകരമായ പല രൂപങ്ങളും കണ്ടിട്ടുണ്ടാവും. ചതുരത്തിലും ത്രികോണത്തിലും വട്ടത്തിലും ഒക്കെ ഉള്ള രൂപങ്ങൾ. ഇവിടെ പാലങ്ങൾ കാണുന്നു, കുത്തുബ് കാണുന്ന പല മേശകൾ, സ്റ്റേജുകൾ, അതേപോലെ പിസായിലെ ഗോപുരം, ഇത് എന്തോ ആവട്ടെ, അതൊക്കെ ഗണിത രൂപങ്ങളാണ്. നമ്മള് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ ഗണിത രൂപങ്ങൾ വളരെ കൃത്യമായിട്ട് വരക്കാൻ നമുക്ക് കഴിയണം. അതിന്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇത് ഈ മറ്റു വിഷയങ്ങളെ പോലല്ല. ഗണിതം എന്ന് പറഞ്ഞാൽ എല്ലാ വിവരങ്ങളുടെയും നേതാവ് ഗണിതമാണ്. ഗണിതമല്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. അപ്പൊ ഗണിതം ശരിക്കും നന്നായിട്ട് പഠിക്കുന്നതാണ്. മറ്റു വിഷയങ്ങളൊക്കെ പഠിച്ചില്ലെങ്കിലും അതിനേക്കാളൊക്കെ പ്രാധാന്യം കിടക്കുന്നത് ഗണിതത്തിലാണ്. ഇപ്പൊ നിങ്ങളൊക്കെ പഠിച്ചു വലുതാകുമ്പോൾ പല ജോലികൾ ചെയ്യുമ്പോൾ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്, വെൽഡിംഗ് വർക്ക്, അതേപോലെ സീലിംഗ് വർക്കുകള്, അങ്ങനെ പല പണികളും, വീട് പണിയായിട്ട് ബന്ധപ്പെട്ട വർക്കുകളൊക്കെ ചെയ്യും. ആ സമയത്തൊക്കെ നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു സംഗതിയാണ് ഈ വരകള്, വട്ടങ്ങള്, ത്രികോണങ്ങള്, ചതുരങ്ങള്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കണക്ക്. അപ്പൊ അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ച് ചെയ്യണം നമ്മൾ എപ്പോഴും. പരീക്ഷയിൽ ജയിച്ചു തോറ്റു എന്നതിനപ്പുറമാണ് കണക്ക്, അത് ഒരിക്കലും നഷ്ടപ്പെടില്ല. അപ്പൊ ഇവിടെ പിന്നെ പല ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇതിലൊക്കെ നമ്മൾക്കൊരു കൗതുകം ഉണ്ടാകാൻ വേണ്ടിയാണ്. വിഷയത്തിൽ കിടക്കാമോ? ഇവിടെ ഒരു ചതുരം നിങ്ങൾ കാണുന്നില്ലേ? ഒരാളെ മൈക്ക് ഓണാക്കി പറയും, കാണുന്നില്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു ചതുരം കാണാൻ പറ്റും. അതിന്റെ നീളം 5 സെന്റിമീറ്റർ, വീതി 3 സെന്റിമീറ്റർ. ഇങ്ങനെയാണ്
ചതുരമുള്ളത്. ചതുരത്തിന് ചുറ്റളവ് 4 വശം കൂടി കൂട്ടിയാൽ മതി. അല്ലെങ്കിൽ നീളം വീതിയും കൂട്ടുക, ഇരട്ടി പിടിക്കുക, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇത് വരക്കാനുള്ള ഒരു രീതിയാണ് പഠിക്കുന്നത്. നമ്മൾ സാധാരണ 4ാം ക്ലാസ്സിലൊക്കെ പഠിച്ച സ്കെയില് വെച്ച് അങ്ങനെ വരക്കലായിരുന്നു. അപ്പൊ ഇവിടെ വരക്കുന്ന മറ്റൊരു രീതിയാണ്. ശ്രദ്ധിക്കണേ, നന്നായിട്ട് ശ്രദ്ധിക്കണം. നോക്കൂ, ഈ ഒരു രൂപത്തിന്റെ പേരാണ് സെറ്റ് സ്ക്വയർ. സെറ്റ് സ്ക്വയർ ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പലപ്പോഴും ജോലിക്കാർക്ക് പണിക്ക് വരുന്ന ആളുകൾക്ക് ഇത് ശരിക്കും ഉപയോഗിക്കാൻ അറിയുന്നില്ല. അതുകൊണ്ട് അവരുടെ പണി പലപ്പോഴും വൃത്തികേടായി മാറുകയാണ്. അപ്പോ ഇത് സെറ്റ് സ്ക്വയർ എന്ന് പറയുന്ന സംഗതിയാണ്, ഒരു ഉപകരണമാണ്. ബോക്സിൽ അത് ഉണ്ടാവും. ഇത് നിങ്ങൾ 5ാം ക്ലാസ്സിൽ സെറ്റ് സ്ക്വയർ ഉള്ള ബോക്സ് തന്നെ വാങ്ങും. ശ്രദ്ധിക്കണം, ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ആവേശത്തിൽ ബോക്സ് വാങ്ങുന്നുണ്ടാവും. അങ്ങനെ ബോക്സ് വാങ്ങുമ്പോൾ സെറ്റ് സ്ക്വയർ ഉള്ള ബോക്സ് തന്നെ വാങ്ങണം. അത് കുറച്ച് ക്വാളിറ്റി ഒക്കെ ഉള്ള വാങ്ങിക്കൊണ്ട്. ഇനി നോക്കൂ, ആ ചതുരം വരക്കുന്ന രീതിയാണ്. ആ ചതുരം വരക്കുന്ന രീതി എന്ന് പറഞ്ഞാല് ഇതാ, ഇവിടെ ആദ്യം ഇങ്ങനെ ഒരു 5 സെന്റിമീറ്ററിൽ ഒരു വര വരക്കുന്നുണ്ട്. കണ്ടോ, സ്കെയില് വെച്ചാണ് വരക്കേണ്ടത്. ഞാന് സ്കെയില് വെക്കാതെ തന്നെ വരച്ചിട്ടുണ്ട്. സ്കെയില് വെച്ചാണ് വരക്കേണ്ടത്. പിന്നെ ഈ സെറ്റ് സ്ക്വയറിനെ കൊടുത്തിട്ട് ഇവിടെ വെക്കണം. ഈ ഭാഗത്ത് കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് മേലോട്ട് ഒരു 3 സെന്റിമീറ്റർ വരക്കണം. ഇതിൽ 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്തിട്ടുണ്ട്. കണ്ടോ, സെറ്റ് സ്ക്വയറിന് 3 സെന്റിമീറ്റർ ഉണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് ഇവിടെ മൂല ഇതിനെ മുട്ടിച്ച് വെച്ചിട്ട് വരച്ചു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് കുത്തനായിട്ടുള്ള ഒരു ലൈന് കിട്ടും നമുക്ക്. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഇനി നോക്കൂ, അതേപോലെ ഈ ഭാഗത്തെ മൂലയും ഈ ഭാഗത്തെ മൂല ഇവിടെയും സെറ്റ് സ്ക്വയർ വെച്ച് 3 സെന്റിമീറ്റർ മേലോട്ട് വരക്കുക. കണ്ടില്ലേ, ഇത്രയും ഭാഗം കിട്ടും. അപ്പൊ ഇനി രസം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇനി നമ്മളൊരു സ്കെയിൽ എടുത്ത് അളന്ന് നോക്കിയാല് ഇപ്പൊ ഇവിടെ 5 സെന്റിമീറ്റർ ആണ് നമ്മള് അളന്ന് വരച്ചത്. ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് അളന്ന് വരച്ച് നോക്കിയാൽ അത് കറക്റ്റ് 5 സെന്റിമീറ്റർ ആയി. സെറ്റ് സ്ക്വയർ കറക്റ്റ് ആയിട്ട് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അത് 5 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ നമ്മുടെ സ്കില്ല് എന്ന് പറയുന്നത് എന്താണ്, ഈ സെറ്റ് സ്ക്വയർ കറക്റ്റ് ആയിട്ട് പിടിച്ച് താഴെയുള്ള അതേ 5 സെന്റിമീറ്റർ മുകളിലും കിട്ടലാണ്. അതാണ് സ്കില്ല്. ഓക്കെ, അപ്പൊ സെറ്റ് സ്ക്വയർ പിന്നെ ഈ ടൂൾസിന്റെ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ മട്ടം എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് വാങ്ങാൻ കിട്ടും. പിന്നെ കടയിലൊക്കെ അത് നമുക്ക് വേണ്ട, വലിയ വലിയ പിടിക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു മാത്രം. അപ്പൊ അത് 5 സെന്റിമീറ്റർ, ഇവിടെ 5 ഉണ്ടെങ്കിൽ അവിടെ മേലെയും എന്ത് വേണം, 5 വേണം. ഇവിടെ 10 ആണെങ്കിൽ സെറ്റ് സ്ക്വയർ വെച്ചാൽ ഇവിടെയും 10 വേണം. ഇവിടെ 12 ആണെങ്കിൽ ഇവിടെ എത്ര വേണം ഫാത്തിഹ? ഇവിടെ 12 ആണ് താഴെ. സെറ്റ് സ്ക്വയർ വെച്ച് വരച്ചാൽ ഇവിടെ എത്ര വേണം? 12. അപ്പൊ ഇവിടുത്തെ അളവിനെ ഒരിക്കലും ഈ സൈഡിലെ അളവുകൾ സ്വാധീനിക്കുന്നില്ല. ഓക്കെ, ഈ സൈഡിലെ അളവ് എത്ര ആയാലും ശരി, ഇവിടെ 12, ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 5, ഇവിടെ 8 ആണെങ്കിൽ 8. ഈ സൈഡിലത്തെ അളവ് അതിനെ ബാധിക്കുന്നില്ല. അപ്പൊ ഒരു ചതുരമാകുമ്പോൾ അതിന്റെ ഈ കോണ് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ വരണം. കണ്ടില്ലേ, ഇങ്ങനെ തന്നെ വരണം. അത് കറക്റ്റ് ആയിരിക്കണം. ചതുരത്തിന് ചെരിഞ്ഞു മറിഞ്ഞൊന്നും പോകാൻ പാടില്ല. ഇനി അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതാ, ഇവിടെ ഒരു ചതുരം ആരോ വരച്ചു വെച്ചിട്ടുണ്ട്. അത് നോക്കുമ്പോൾ സെറ്റ് സ്ക്വയർ വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ എന്താണ് കുഴപ്പം? ഇതിന്റെ അടിയിലുള്ള അതേ വലുപ്പം മുകളിലില്ല. അളന്നു നോക്കിയാൽ നമുക്ക് നോക്കാൻ പറ്റും. ഞങ്ങൾ സ്കെയിൽ വെച്ച് അളന്നാൽ മതി. ഈ ഭാഗത്ത് അതേ അളവല്ല ഈ ഭാഗത്തുള്ളത്. അപ്പൊ എന്താ വിഷയം? അവിടെ സെറ്റ് സ്ക്വയർ വെച്ച് നോക്കുമ്പോഴാണ് വിഷയം മനസ്സിലാകുന്നത്. കണ്ടോ, ഇത് കറക്റ്റ് ആയിട്ടില്ല. കൈ വിറച്ചിട്ടുണ്ട്. കൈ വിറക്കാൻ പാടില്ല. കൈ വിറക്കാതെ ചെയ്യണം. അപ്പോഴേ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇവിടെ 3 സെന്റിമീറ്റർ കറക്റ്റ് ആണ്. പക്ഷെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് കാണുന്നില്ലേ, ഇവിടെ കുറച്ച് സ്ഥലത്ത് ഇവിടെ കുറച്ച് സ്ഥലത്ത് എന്ത് ചെയ്ത്, സെറ്റ് സ്ക്വയറിൽ നിന്ന് കുറച്ച് വിരിച്ച് തെന്നിപ്പോയി. അങ്ങനെ തെന്നി പോകാൻ പാടില്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് വരും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനിയും ഇവിടെ മറ്റൊരു രീതിയാണ്. നോക്കൂ, ഇവിടെ ഒരു 5 സെന്റിമീറ്റർ എടുത്ത് ഇവിടെ ഒരു നീണ്ടൊരു വര, എന്നിട്ട് ഇവിടുന്ന് ഇവിടം വരെ ഇത്രയും ദൂരം, ഇത് 5 സെന്റിമീറ്റർ. അങ്ങനെ അത് മാർക്ക് ചെയ്തു. അതിനുശേഷം എന്താണ് ചെയ്തത്, സെറ്റ് സ്ക്വയറിൽ തന്നെ ഉണ്ടാവും മറ്റൊരു ഒരു വലിയ രൂപം. അതിന് സെറ്റ് സ്ക്വയർ തന്നെ പറയുന്നത്. ഇനി വേറെ പേരുണ്ടോ എനിക്ക് അറിയണ്ട. ഏതായാലും സെറ്റ് സ്ക്വയർ തന്നെ. അതിന്റെ ഈ വശം കണ്ടില്ലേ,
ഈ വശം ഇവിടെ ഈ വരനോട് ചേർത്ത് വെക്കുക. ഈ വരന്റെ ആയിട്ടത് രണ്ടും ഒന്ന് തന്നെയാണ്. ഈ വര തന്നെയാണിത്. ഇത് കണ്ടില്ലേ? ഈ വരനോട് ചേർത്താണ് ഇവിടെ. അപ്പൊ അത് ചേർത്ത് വെച്ച് വരക്കുമ്പോഴാ നോക്കൂ, ഇതാ ഇവിടെ ഇവിടെ ചേർത്ത് വെച്ച് വരച്ചു. ഓക്കെ, ഇനി അത് നീക്കി കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ 5 സെന്റിമീറ്റർ ഒരു മാർക്ക് ചെയ്തിരുന്നു. ഇതേപോലെ ഇതെന്ത് ചെയ്തു, ഇവിടെ ഈ പോയിന്റ് കണക്കാക്കി പിടിച്ച് ഇവിടുന്ന് ഇങ്ങോട്ടും വരച്ചു. കറക്റ്റ് 5 സെന്റിമീറ്റർ എടുത്ത് വരച്ചു. ഓക്കെ, ഇനി മേൽപോട്ട് വരച്ചു. പിന്നെ 5 സെന്റിമീറ്റർ കണക്കാക്കാം. അവിടെ 3 ശരി, 3 സെന്റിമീറ്റർ കണക്കാക്കിയാണ്. ഇവിടെ 5, ഇവിടെ 3, ഇവിടെ 3. ഇത് എത്ര ഉണ്ടാവും? അപ്പോ എത്ര ഉണ്ടാവും? പൈസ പറഞ്ഞാൽ എത്ര ഉണ്ടാവും? 5 സെന്റിമീറ്റർ. കറക്റ്റാണ്. കാരണം ഇതിന്റെ ചെരിവ്, ഈ ചെരിവും ഇവിടുത്തെ ചെരിവും ഒരേപോലെ. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ എന്തായിരിക്കും? ഒരേ അളവായിരിക്കും. ഇതിന്റെ പേര് സാമാന്തരികം എന്നാണ്. പുസ്തകത്തിന്റെ പേര് പറഞ്ഞു കാണില്ല, ഏതായാലും സാമാന്തരികം എന്നാണ്. അപ്പൊ ഈ സാമാന്തരികം ഇങ്ങനെ വരക്കുന്നത് എങ്ങനെയാണ്? കറക്റ്റ് 2 ഭാഗം ഒരേപോലെ ചേരിച്ചു വെച്ച്. ഇനി നമുക്ക് ഈ ഭാഗം, ഇപ്പൊ നമ്മൾ ഈ ബാക്ക് ഭാഗം കൊണ്ടാ ചെയ്തത് അല്ലേ? ഈ ഭാഗം കൊണ്ടാ ചെയ്തത്. അതിന് പകരം ഈ ഭാഗം വെച്ചിട്ടും ഇതേപോലെ ചെയ്യാൻ പറ്റും. അപ്പോഴും ഒരു സാമാന്തരികം കിട്ടും. ആ, ഇവിടെ ഒരു കുട്ടി വരച്ചിട്ടുണ്ട്, അത് കണ്ടില്ലേ? അത് മറ്റേ ഭാഗം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്താൽ നമുക്ക് സാമാന്തരികം കിട്ടും. അതിന് ചെരിവ് കുറച്ച് കൂടുതലാണ്. ഓക്കെ, അതേപോലെ നമ്മൾ ആദ്യം ഒരു ചെറിയ മട്ട ഉപയോഗിച്ചല്ലോ. ഇവിടെ ചെറിയ മട്ടാണ് ഈ ചെറിയ മട്ടം. അതിന്റെ ഈ കോൺ ഉപയോഗിച്ച് നമുക്ക് സാമാന്തരികം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഏത് കോണായാലും ശരി ഉണ്ടാക്കാൻ പറ്റും. ഒരു സ്ഥലത്ത് അളന്ന അതേ കോണ് തന്നെ മറ്റേ പോയിന്റിലും അളക്കണം എന്നേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. ഏത് കോൺ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഇതാണ് സാമാന്തരികം. ഓക്കെ, ഇനി അങ്ങനെ 2 ചിത്രത്തിൽ നമ്മൾ അളന്നു നോക്കിയാൽ 5 സെന്റിമീറ്റർ തന്നെ ഒരേപോലെ കിട്ടും. അതാണ് എന്റെ പ്രത്യേകത. ഇനി മറ്റൊന്നിലേക്ക് എടുക്കാം. എങ്ങനെ കട്ടാക്കുക? ഇത് വേറൊരു രൂപമായി. ഇത് മറ്റൊരു രൂപമായി. ഇത് ഒരു കുട്ടി ഇങ്ങോട്ട് ചരിച്ചു വെച്ചു, പിന്നെ ഇങ്ങോട്ട് ചരിച്ചു വെച്ചു, തല തിരിച്ചാ വെച്ചു. അപ്പൊ അങ്ങനെ ആകുമ്പോ എന്താണ്? ഈ 2 വരകളും നേരെയായിരിക്കും, പക്ഷേ ഒരേ വലിപ്പമാവും. അങ്ങനെ ഒരു പ്രശ്നം ഇതിനുണ്ട്. ഓക്കെ, ഇനി മറ്റൊന്ന്, ഇത് നമ്മളിങ്ങനെ നീട്ടി വരച്ചു കഴിഞ്ഞാല് ഇത് ഇങ്ങനെ നീട്ടി വരച്ചു, ഇത് അങ്ങനെ നീട്ടി വരച്ചു. അപ്പൊ ഇത് ത്രികോണമായിട്ട് മാറും. അതായത് ത്രികോണത്തിന്റെ ഒരു ഭാഗം ചെത്തിയത് പോലെയാണ് ഇപ്പൊ ഇതിന്റെ രൂപമുള്ളത്. ഓക്കെ, മനസ്സിലായില്ലേ? ത്രികോണത്തിന്റെ ഭാഗം ചെത്തിയത് പോലെയാണ് ഇത്. ഇനി ത്രികോണം കാണിച്ചു. ഇത് നമുക്ക് വരച്ചു നോക്കാനുള്ളതാണ്. സ്കെയിൽ ഉപയോഗിച്ച്, അതേപോലെ നമ്മളെ ബോക്സിലുള്ള സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വരച്ചു നോക്കാം. വീട്ടില് റഫ് ബുക്കൊക്കെ വെച്ച് വരച്ചു വയ്ക്കും. 4ാം ക്ലാസ്സിലെ പഴയ പുസ്തകമൊക്കെ റഫ് ബുക്കായിപ്പോ, അതിന്റെ പേജൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒന്ന് വരച്ചു നോക്കിയാൽ കൗതുകത്തിന്. അതില് അപ്പൊ വരച്ചു നോക്കുമ്പോ ശ്രദ്ധിക്കുക, കൈ വറക്കാൻ പാടില്ല, കൈ തെന്നാൻ പാടില്ല, സ്കെയിൽ കറക്റ്റ് ആയിട്ട് പിടിക്കണം. പിന്നെ ചില കുട്ടികളുടെ കയ്യിലൊക്കെ സ്കെയിൽ ഉണ്ടാവും, അതില് അക്കങ്ങളൊക്കെ മാഞ്ഞു പോയിട്ടുണ്ടാവും. അങ്ങനത്തെ ഒന്നും ഇതിന് പറ്റൂല. നല്ലത് സ്റ്റീലിന്റെ അല്ലെങ്കിൽ ഗ്ലാസിന്റെ സ്കെയിലാണ്. അപ്പൊ അത് വളരെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. പിന്നെ വലിയ സ്കെയിലൊക്കെ വാങ്ങിക്കാണ്ട് ബാഗിൽ വെച്ച് പൊട്ടിക്കരുത്. അത് ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. സ്റ്റീലിന്റെ ആണെങ്കിൽ 30 സെന്റിമീറ്റർ കുഴപ്പമില്ല, പക്ഷെ
ഗ്ലാസിന്റെ പ്ലാസ്റ്റിക്കിന്റെ സ്കെയിൽ ആകുമ്പോൾ 30 സെന്റിമീറ്റർ ആയ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി ഇത് ശ്രദ്ധിക്കുക. ഇവിടെ നോക്കൂ നിങ്ങള്, എന്താണ് പ്രത്യേകത? ഇത് നമ്മളൊരു ചതുരം, അല്ലേ, ഒരു ചതുരം. പക്ഷെ ഇത് രണ്ടും എന്താണ്? സാമാന്തരികമായിട്ടുള്ള ചെരിച്ചു വരച്ചിട്ടുള്ള മോഡലാണ് കേട്ടോ. ഇത് രണ്ടും അതിങ്ങനെ ഇതിനോട് ചെരിച്ചു വരച്ച് ഇങ്ങനെ ആക്കിയതാണ്. അത് നമ്മൾ എന്ത് ചെയ്തു? കളർ കൊടുത്ത് വരുന്നില്ല. ആരാണ് സംസാരിക്കുന്നത്? അത് ചതുരമാണ്. പിന്നെ അത് ഇത് ചതുരമാണ്. ഇത് സമചതുരമാണ്. സമചതുര കട്ട, നമ്മുടെ ഡൈസിന്റെ കട്ട തന്നെ. അതേപോലെ ഇതൊക്കെ നമ്മൾ വരക്കുമ്പോൾ ശ്രദ്ധിക്കണം. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ നിന്ന് നമ്മൾ ഏത് സെറ്റ് സ്ക്വയറിൽ ഏതെങ്കിലും ഒരു ഇതെടുക്കുക, എന്നിട്ട് അത് ഉപയോഗിച്ച് വരക്കുക. അങ്ങനെ നീട്ടി വരക്കുക, ഇങ്ങനെ ഇവിടെ നീട്ടി വരക്കുക. അങ്ങനെ വരക്കുന്ന സമയത്ത് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഇങ്ങനെ നീട്ടി വരക്കണം. എന്നാലേ സെറ്റ് സ്ക്വയർ വെക്കാൻ കഴിയൂ. മനസ്സിലായോ? പിന്നെ അത് മായ്ച്ചു കളയാ ചെയ്യുന്നത്. ഈ ഭാഗം മായ്ച്ചു കളയാണ് ചെയ്യുന്നത്. കാരണം സെറ്റ് സ്ക്വയർ വെച്ച് ഈ കോൺ എത്രയാണ് കൊടുത്ത് അതേ അളവ് തന്നെയാണ് ഈ കോൺ കൊടുക്കേണ്ടത്. ഈ ഭാഗത്ത് ഒരേപോലെ വരും. പിന്നെ ഇവിടുത്തെ അതേ അളവ് തന്നെയാണ് എവിടെ വേണ്ടത്? ഇവിടെയാണ് കിട്ടുക. അപ്പൊ ഇവിടെ കിട്ടുന്ന ഇങ്ങനെ പോകും. ഇവിടുന്ന് ഇങ്ങനെ നേരെ. അപ്പൊ ഇവിടെ നമ്മളൊരു കോൺ ഉപയോഗിച്ച് ചെയ്യും, അതേ അളവിൽ തന്നെ ഇവിടെയും ചെയ്യും. അങ്ങനെ ആകുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും. പരിശീലിക്കണം കേട്ടോ. അപ്പൊ വേറൊന്നും ശ്രദ്ധിക്കാനുള്ള, ഇവിടെ നമ്മൾ എത്രയാണോ അളവ് കൊടുത്ത് അതേ അളവ് തന്നെയാണ് ഇവിടെയും കൊടുക്കേണ്ടത്. അതേ അളവ് തന്നെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതായത് ഇവിടെ ഇപ്പൊ 4 സെന്റിമീറ്റർ ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെയും 4, ഇവിടെയും 4. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ചതുരക്കട്ട കിട്ടുന്നു. ഫാത്തി അവിടെ ശ്രദ്ധിക്കും കേട്ടോ. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ചതുരക്കട്ട കിട്ടും വരക്കുമ്പോ. നമ്മൾ ചതുരക്കട്ട നിർമ്മിച്ച ആളുകളാണ്, പക്ഷെ വരക്കാൻ നമ്മള് സാധാരണ ബോർഡില് ഞാൻ വരച്ചു തരുന്ന പോലെയാണ് വരക്കും. നിങ്ങൾ പേനോണ്ട് പെൻസിലോണ്ടൊക്കെ. പക്ഷെ ഇതൊരു അളവ് വെച്ച് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതിനു വേണ്ടി നമുക്ക് വേണ്ട സ്കെയിലും സെറ്റ് സ്ക്വയറും. ഇത് രണ്ടും ഉപയോഗിച്ച് നമുക്ക് ഈ രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി വട്ടത്തിലേക്ക് വരാം. വട്ടം നമ്മൾ വരക്കുമ്പോ സാധാരണ നമ്മള് പല ആവശ്യങ്ങൾക്ക് വേണ്ടി വട്ടം വരക്കാറുണ്ട്. ഈ കുട്ടി ഇവിടെ ഒരു കുട്ടി കണ്ടോ വട്ടം വരക്കുന്നത്? ഇവിടെ കണ്ടില്ലേ? ഈ കുട്ടി വരക്കുന്ന പോലെ കാലുകൊണ്ട് വട്ടം വരച്ച പരിചയമുണ്ട്. എന്നാൽ കോട്ടി കളിക്കും മറ്റുമൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ വട്ടം വരക്കാൻ പറ്റും. ഓണപ്പൂക്കൾ ഉണ്ടാക്കുമ്പോഴൊക്കെ നടുക്കൊരു കുറ്റിയോ ഒരാണിയോ എന്തെങ്കിലും പിടിക്കും, അല്ലെങ്കിൽ അടിച്ചു കയറ്റും. എന്നിട്ടൊരു കയറിൽ കെട്ടി കറക്റ്റായിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ വരക്കും അല്ലെ? ഇപ്പൊ ഇവിടെ ഈ മധ്യത്തിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം, അതാണ് ആരം. എന്താണ് എന്റെ പേര്? എല്ലാരും പറഞ്ഞ് ആരം. ആരം. ആരം, അതാണ് ആരം. ഓക്കെ, ഈ മധ്യത്തിൽ നിന്ന് ഈ പിന്നെ അവസാന പോയിന്റിലേക്കുള്ള, അതായത് ഇങ്ങനെ ഒരു കേന്ദ്രത്തിൽ നിന്ന് അതിനെ ചുറ്റി സഞ്ചരിക്കുന്ന ബിന്ദുക്കളുടെ ഒരു കൂട്ടാണ് ശരിക്ക് വൃത്തം എന്ന് പറഞ്ഞാല്. ഒരു കേന്ദ്രത്തിന് നിശ്ചിത അകലത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന ബിന്ദുക്കളുടെ കൂട്ടം. ബിന്ദു പറഞ്ഞ പുള്ളി ആലോചിച്ചാൽ മതി. നിങ്ങളിപ്പോ വലിയ ക്ലാസ് എത്തുമ്പോൾ അത് വിശദീകരിച്ചു വരും അടുത്ത അധ്യാപകര്. ഇപ്പൊ ബിന്ദു എന്ന് പറഞ്ഞാല് ഒരു പുള്ളി ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പൊ വട്ടം, അതായത് സർക്കിൾ, അങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഇനി നമ്മളെ ബോക്സിനകത്ത് ഇത് വരക്കാന് ഒരു കോമ്പസ് പറഞ്ഞ സാധനമാണ്. ഇതാണ് ആ സാധനം. അതിലേക്ക് പെൻസിൽ വെച്ച് വരക്കുക ചെയ്യുന്നത്. ഇത്ര വലിയ അലാക്കിന്റെ പെൻസിൽ തല വെക്കരുത്. ഈ പുസ്തകത്തിൽ വലിയൊരു പെൻസിലാ വെച്ചത്. അത്ര വലുതൊന്നും വെക്കരുത്. അത് ആവുമ്പോ എന്താ വെച്ചാൽ കൈമ തടഞ്ഞ് ഇതിന്റെ ലെവല് മാറ്റാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്ര വലുപ്പമുള്ള മതി. ഈ അറ്റത്തിനേക്കാളും ചെറുത് മതി അതില്. അത് പിന്നെ നിങ്ങൾ എഴുതാൻ ഉപയോഗിക്കണ്ട. അത് ആകുമ്പോ തന്നെ സ്ഥിരമായിട്ട് നിന്നോട്ടെ. അതല്ലെങ്കിൽ ഈ ഭാഗത്ത് ഇത് കൈ തട്ടി നമ്മളെ അളവ് തെറ്റാൻ സാധ്യതയുണ്ട്. ഈ കോമ്പസ് ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് ഇങ്ങനെ വെറുതെ നിർത്തി മടക്കി കളിക്കരുത്. ഇതിന് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. കുറെ വട്ടം നിർത്തി മടക്കി കളിച്ചാൽ അത് സ്ക്രൂ പിന്നെ ലൂസാവും. പിന്നെ നമുക്ക് ശരിക്കും വരക്കാൻ കഴിയില്ല.
ആ സ്ക്രൂ ടൈറ്റ് ആയിട്ട് നിൽക്കണം. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ ഇതാണ് വൃത്തകേന്ദ്രം. ഈ കുത്തിയ സ്ഥലം, ആണി പോലത്തെ ഒരു സാധനം കുത്തും, അതാണ് വൃത്തകേന്ദ്രം. പിന്നെ ഈ പെൻസിൽ ചലിക്കുന്ന ഈ ഭാഗം കണ്ടില്ലേ, അതില് ഈ കുത്തിൽ നിന്ന് ഈ പെൻസിൽ ചലിക്കുന്ന ഇതുവരെയുള്ള ദൂരമാണ് എന്ത്, അതിന്റെ പേരെന്താണ്? അതിന്റെ പേരെന്താ? അതിന്റെ പേരെന്താ? ആരം. ആരം എന്നാണ്. ഓക്കെ, ആരം. അപ്പൊ ആരം എന്നാണ് അതിന്റെ പേര്. നിങ്ങളെ പുസ്തകത്തിലെ എവിടെയോ ആരം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നോക്കട്ടെ. ഇതുണ്ട്, ഇതൊക്കെ ഇവിടെയൊക്കെ ഓരോ കോമ്പസ് ഉപയോഗിച്ച് വരക്കുകയാണ് ആളുകൾ. ഇത് കറക്റ്റ് പെൻസിലാ. ഇതുണ്ടോ, ഇതേപോലെ ചെറിയ പെൻസിലാണ് നല്ലത്. പിന്നെ ഈ ഭാഗം ശരിക്ക് നോട്ട് ബുക്സിൽ കുത്തി ഉറപ്പാക്കണം. നമ്മള് വെറുതെ വെച്ചാൽ പോരാ, ആ കുത്തി തറയണം, ശരിക്കും നല്ലോണം കുത്തണം, അല്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പൊ ഈ പോയിന്റിൽ നിന്ന് ഇവിടെ വരെയുള്ളതാണ് ആരം. ഓക്കെ, മനസ്സിലായില്ലേ? നമ്മള് പമ്പരം കറക്കുമ്പോ അതിന് ചുറ്റും ഇങ്ങനെ കറങ്ങും. അങ്ങനെ ഒത്ത സെന്ററിലേക്ക് നോക്കിയാൽ ഏറ്റവും സെന്ററിൽ ഒരു കുത്ത് എന്താ ചെയ്യുന്നുണ്ടാവുക, നിന്നോടത്ത് നിന്നിട്ട് വെറുതെ തിരിയാവും, ചുറ്റുഭാഗത്തോട് കറങ്ങി വരുന്നുണ്ടാവില്ല. ഏറ്റവും സെന്ററിൽ അങ്ങനെയല്ല ഉണ്ടാവുക, അല്ലേ? മറ്റൊക്കെ കറങ്ങുന്നുണ്ടാവും, ഏറ്റവും സെന്ററിൽ ഒന്ന്, അതാണ് അതിന്റെ വൃത്ത കേന്ദ്രം. ഇതാണ് വൃത്ത കേന്ദ്രം കേട്ടോ. അനങ്ങാതെ നടുക്ക് നിൽക്കുന്ന ബിന്ദു, അതാണ് വൃത്ത കേന്ദ്രം. മനസ്സിലായല്ലോ? ഇനി വൃത്തത്തിന്റെ നിർവചനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു നിശ്ചിത ബിന്ദുവിൽ നിന്ന് ഒരേ അകലത്തിൽ സഞ്ചരിക്കുന്ന മറ്റൊരു ബിന്ദുവിന്റെ പാതയാണ് വൃത്തം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു നിശ്ചയ ബിന്ദു പറഞ്ഞാൽ നടുക്കുള്ള ബിന്ദുവാണ്. അതിൽ നിന്ന് ഒരേ അകലം എന്ന് പറഞ്ഞാൽ ആരമാണ്. അതിൽ സഞ്ചരിക്കുന്ന മറ്റൊരു ബിന്ദു, പക്ഷെ പോകാൻ സാധ്യതയുള്ള ഒരു സ്ഥലം, ആ ഒരു വട്ടം, അത് തന്നെ. ഇനി നോക്കൂ, അനങ്ങാതെ നിൽക്കുന്ന ബിന്ദു, ഇത് കണ്ടില്ലേ, കേന്ദ്രം, സെന്റർ. അതും കറങ്ങുന്ന ബിന്ദു പറഞ്ഞാൽ ഇതാണ്. ഇതിലങ്ങനെ കറങ്ങാൻ പറ്റുന്നില്ല, കണ്ടില്ലേ, ഇതിലങ്ങനെ കറങ്ങാൻ പറ്റും. ഇങ്ങനെ കറങ്ങും, ഇങ്ങനെ കറങ്ങി വരും. അപ്പൊ ഈ കറങ്ങുന്ന ബിന്ദുവും വൃത്ത കേന്ദ്രവും തമ്മിലുള്ള അകലമാണ് ആരം. ആരം, കേന്ദ്രം, ഇത് മറക്കരുത് കേട്ടോ. സെന്റർ ഓഫ് ദ സർക്കിള്, അതേപോലെ റേഡിയസ്, ആരം, അത് മറക്കരുത്. കറക്റ്റായിട്ട് വൃത്തം കോമ്പസ് കൊണ്ട് വരച്ച് പഠിക്കണം, കറക്റ്റായിട്ട് പഠിക്കണം. ചില ആൾക്കാർ ഇങ്ങനെ വരച്ചു വന്നാൽ ഇങ്ങനെ കോമ്പസ് കൊണ്ട് ഇങ്ങനെ വരച്ചു തരും, ഇവിടെ എത്തുമ്പോ കാണാൻ ഇതിലാണ് കിട്ടണം. ഇത് കറക്റ്റായിട്ട് വരുമ്പോ തന്നെ കറക്റ്റായിട്ട് വന്ന് മുട്ടണം, അതാണ് നമ്മള് വര കറക്റ്റായി ശരിയായി എന്നുള്ളതിന്റെ തെളിവ്. അപ്പൊ അത് പറ്റുന്ന രീതിയാണ് നമ്മൾ ചെയ്യേണ്ടത്. നല്ലപോലെ ട്രെയിൻ ചെയ്യണം, എന്നിട്ട് ചെയ്യണം കേട്ടോ. ഇവിടെ ആരോ ഇരുന്ന് വരക്കുന്നത്, ഇത്ര വലിയ പെൻസിൽ ഉപയോഗിക്കരുത്. ഓക്കെ, ഇനി നമുക്ക് ആരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അളന്നെടുത്ത് ഏത് അളവിലുള്ള ആരവും നമുക്ക് ചെയ്യാൻ പറ്റും. നോക്കൂ, ഇതൊരു സ്കെയിലാണ്. സ്കെയിൽ ഉപയോഗിക്കുമ്പോൾ പ്ലാസ്റ്റിക്കിന്റെ സ്കെയിൽ ഉപയോഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ 0 എന്ന് എഴുതി അവിടെ വലിയൊരു വര ഉണ്ടാവും. ഇവിടെ അയിമൂന്നാണ് അളവ് പിടിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇവിടെ വലിയ വര ഉണ്ടാവും, അയിമൂന്ന് അളവ് പിടിക്കേണ്ടത്, അല്ലാതെ ഈ അറ്റത്തുനിന്നല്ല. അത് നല്ല ശ്രദ്ധിക്കണം. അപ്പൊ 4 സെന്റിമീറ്റർ ആരത്തിൽ വരക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ഈ പെൻസിലിന്റെ അറ്റം വരെയുള്ള ദൂരം 4 സെന്റിമീറ്റർ ആക്കി നമ്മൾ കണക്കാക്കി പിടിക്കണം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ സ്ക്രൂ ലൂസായ പിന്നെ ആ കണക്ക് പോകും. അപ്പൊ സ്ക്രൂ ലൂസാവാതെ നോക്കണം നമ്മള്. അത് കുട്ടിയൊക്കെ കളിക്കാൻ കൊടുക്കുക, താഴെയുള്ള കുട്ടിക്ക് ഷാമോനൊന്നും കളിക്കാൻ കൊടുക്കുന്നുണ്ട് പതിയെ. അത് കോമ്പസ് വളരെ വൃത്തിയായിട്ട് കൃത്യമായിട്ട് നമ്മൾ നോക്കണം. ഇനി ഇത് 4 സെന്റിമീറ്റർ ഉള്ള ഒരു ആരമുള്ള ഒരു വൃത്തം വരക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതാണ്, ഇത് കറക്റ്റായിട്ട് 4 എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം, അത് വെച്ച് വരക്കുക. അപ്പോൾ അമ്ന പറയൂ, എങ്ങനെയാണ് നമ്മൾ 6 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരക്കുക? അമ്ന വേഗം പറഞ്ഞു. അമ്ന ഓണായിക്കോളൂ.
എന്താണ് മാഷേ? 6 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം എങ്ങനെ വരക്കും? കേൾക്കുന്നില്ലേ? സ്കെയിലിന്റെ ആ 6 സ്കെയിലിന്റെ ഉം. നീ ക്ലാസ് കേട്ടില്ലേ? ക്ലാസ് കേട്ടില്ലായിരുന്നു? സ്കെയിലിന്റെ 6 എഴുതിയില്ല, അവിടെ പെൻസിൽ അങ്ങനെ ആക്കിയിട്ട് വരക്ക. അതാണ് കോമ്പസ് അതിന്റെ പേരിട്ട. കോമ്പസിന്റെ സൂചി 0-ലും പെൻസിൽ 6-ലും വരുന്ന രീതിയിൽ ക്രമീകരിക്കുക. അതിനുശേഷം സൂചി ഒരു പേപ്പറിന്റെ ഒരു ഭാഗത്ത് കുത്തിയിട്ട് പെൻസില് അങ്ങനെ വട്ടത്തിൽ കറക്കിയാൽ അതെന്തായിരിക്കും? 6 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തമായിരിക്കും. ഓക്കെ, ഇനി ബുദ്ധിയുള്ള ആരെങ്കിലും ഉത്തരം പറയണം. ഇപ്പൊ ഇത് ഞാൻ 6 സെന്റിമീറ്റർ വട്ടമുള്ള ഒരു വൃത്താണ് വരച്ച് എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഈ വൃത്തകേന്ദ്രം ഇങ്ങനെ ഇവിടം വരെ അളന്നു നോക്കിയാൽ എത്ര സെന്റിമീറ്റർ ഉണ്ടാവും? ബുദ്ധിയുള്ള ആരെങ്കിലും പറയും. ആർക്കാ ബുദ്ധിയുള്ള? വേഗം പറഞ്ഞു. സാറേ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. ഇപ്പൊ ഞാൻ 6 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരച്ചു. ഇവിടെയാണ് കോമ്പസ് കുത്തിയത്. എന്നിട്ട് എന്ത് ചെയ്തു? പെൻസിൽ കൊണ്ട് ഇങ്ങനെ വരച്ചു. ഇങ്ങനെ വരച്ചു. ഇത് 6 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തമാണ്. എന്നിട്ട് ഞാൻ സ്കെയിൽ ഉപയോഗിച്ച് ഈ അറ്റത്തുനിന്ന് ഇവിടം വരെ ഇങ്ങനെ അളന്നു നോക്കിയാൽ എത്ര ഉണ്ടാവും? നേരെ പിടിച്ചാൽ സ്കെയിൽ ഉപയോഗിച്ച് 6 സെന്റിമീറ്റർ 12 മാഷേ. അതെ, 12 ഉണ്ടാവും. 12 കാരണം ഈ കേന്ദ്രത്തിൽ നിന്ന് ഇവിടം വരെ 6 ഉണ്ടാവും. ഇവിടെ 6 ഉണ്ടാവുക. ഈ കേന്ദ്രത്തിൽ നിന്ന് ഇവിടം വരെയും 6 ഉണ്ടാവുക. അപ്പൊ 6ഉം 6ഉം 12 ഉണ്ടാവുക. ആ, ഓക്കെ. അപ്പൊ നമ്മള് വരച്ച വൃത്തം കറക്റ്റ് ആണോ എന്ന് അറിയണമെങ്കിൽ അങ്ങനെ ചെക്കിങ് നമുക്ക് നടത്താൻ പറ്റും. ഇവിടുന്ന് ഇവിടം വരെ അളന്നു നോക്കുക. ഈ നടുക്ക് കോമ്പസ് കുത്തിയ പോയിന്റ് കൂടെ വെക്കണം കേട്ടോ സ്കെയില്, എന്നാലേ കറക്റ്റ് കിട്ടുള്ളേ. അങ്ങനെ അളന്നു നോക്കിയാൽ അത് 6 6ഉം 6ഉം 12 ഉണ്ടാവുക. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് അളന്നാലും അത് തന്നെ ഉണ്ടാവുക. ഇവിടുന്ന് ഇങ്ങോട്ട് അളന്നാലും അത് തന്നെ ഉണ്ടാവുക. 6ഉം 6ഉം 12. ഇങ്ങനെ അളന്നാലും എങ്ങനെ അളന്നാലും ആ കേന്ദ്രത്തിൽ കൂടി പോന്ന് അങ്ങനെയാ വരൂ. അതേപോലെ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് അളന്നാലും 6, ഇത് 6, ഇത് 6, ഇത് 6, ആകെ 6. അത് നമ്മൾ 6 സെന്റിമീറ്ററിന്റെ ഒരു ആരമുള്ള ഒരു വൃത്തം വരച്ചുകൊണ്ടാണ്. നമുക്ക് 6 വരക്കാം, 10 വരക്കാം, അങ്ങനെ പലതും വരക്കാൻ പറ്റും. നോക്കൂ, ഇവിടെ ഒരാള് മറ്റൊന്ന് വരച്ചിട്ടുണ്ട്. ഒരു വര വരച്ചു, വെറുതെ ഒരു വര. അത് കണ്ടില്ലേ, ഒരു വര. എന്നിട്ട് എന്ത് ചെയ്തു? കോമ്പസ് ഇവിടെ വന്ന് കുത്തി ഈ അറ്റത്ത്. എന്നിട്ട് ഒരു വൃത്തം വരച്ചു. പിന്നെ കോമ്പസ് ഇവിടെ കൊടുന്ന് കുത്തി. എന്നിട്ട് മറ്റൊരു വട്ടവും വരച്ചു. എന്നിട്ടോ ഇതാ, എന്നിട്ട് ഈ വട്ടങ്ങൾ തമ്മിൽ ഈ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റുകൾ തമ്മിൽ ഇങ്ങനെ യോജിപ്പിച്ചു. അപ്പോൾ അവർക്ക് എന്ത് കിട്ടി? ഒരു ത്രികോണം കിട്ടി. അതല്ലെങ്കിൽ 2 ത്രികോണം കിട്ടിയില്ലേ? 2 ത്രികോണങ്ങൾ വന്നു. അങ്ങനെ രസകരമായ പല ചിത്രങ്ങളും കളർ കൊടുത്താണ്. കണ്ടില്ലേ? ഇത് ആ കളർ കൊടുത്ത് അങ്ങനെ ആക്കി. ഇത് വേറൊരു മോഡലാണ്. ഇതെന്താണ്? ഇത് നോക്കൂ, ഇതെന്താണ് സംഭവം? ഇത് വളരെ ഈസിയാണ്. ഇത് പിന്നെ ഇതിപ്പോ 10 സെന്റിമീറ്റർ ആണ് വിചാരിച്ചു. ഇത് എത്രയാ പറഞ്ഞിട്ടില്ല അല്ലെ? ഇത് 10 സെന്റിമീറ്റർ ആണ് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മധ്യഭാഗം എടുത്തു. ഈ മധ്യഭാഗം എടുത്തു കഴിഞ്ഞാൽ ഇത് 5, ഇത് 5 5 ഉണ്ടാവും. അപ്പൊ നമ്മള് 5 5 ഉണ്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? 5 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരക്കാൻ വേണ്ടി തയ്യാറാവാണ്. അപ്പൊ 5 സെന്റിമീറ്റർ നമ്മൾ കോമ്പസിൽ കുത്തിപ്പിടിച്ചു. കോമ്പസിൽ കുത്തിപ്പിടിച്ചതിന് ശേഷം
ഇവിടുന്ന് ഇവിടെ കോമ്പസ് വെച്ചു, എന്നിട്ട് ഈ വട്ടം വരച്ചു 5 സെന്റിമീറ്റർ ഇങ്ങനെ വരച്ചു. പിന്നെ ഇതിനെ നടുക്ക് വെച്ചു, അപ്പോഴും 5 തന്നെ. കോമ്പസ് പിന്നെ അനക്കാൻ പാടില്ല, അതാണ് ശ്രദ്ധിക്കേണ്ടത് ഇതില്. അപ്പോ രണ്ടാമത്തെ വൃത്തം വരക്കുക, പിന്നെ കോമ്പസ് എന്ത് ചെയ്യാൻ പാടില്ല, അനക്കാൻ പാടില്ല. ഇതാ ഇങ്ങനെ വരച്ചു. പിന്നെ മൂന്നാമത്തെ ഇതാ അവിടെ കോമ്പസ് കുത്തി പിന്നെയും വരച്ചു. കണ്ടില്ലേ, ഇങ്ങനെ വരച്ചു. അപ്പൊ 3 വട്ടങ്ങൾ കിട്ടി നമുക്ക്. ഇനി അതൊരു ശ്രദ്ധിക്കേണ്ട, ആ കോമ്പസ് ഒരിക്കലും നിങ്ങൾ അതിന്റെ അളവ് മാറ്റാൻ പാടില്ല. നമ്മള് ഇതിപ്പോ പിന്നെ 10 സെന്റിമീറ്റർ വരെയാണ്, അതിന്റെ നേർ പകുതി 5 ആണ്. 5 ആരം വരുന്ന രീതിയിൽ കോമ്പസ് നമ്മൾ പിടിച്ചു. പിന്നെ ഈ 3 വട്ടം വരക്കുമ്പോഴും 5 തന്നെ വേണം, അത് മാറ്റാൻ പാടില്ല. ചില ആളുകൾ എന്ത് ചെയ്യും, ഒന്ന് വരച്ച് അപ്പൊ വേറെ കടം കൊടുക്കും. കടം കൊടുത്ത അവന്റെ കയ്യിൽ പെട്ടാൽ അതെന്താവും, അത് അളവ് മാറും, അപ്പൊ നമ്മൾ തെറ്റിപ്പോവും. ഓക്കെ, അപ്പൊ അങ്ങനെ പറ്റില്ല. നമ്മളത് വളരെ കൃത്യമായി സൂക്ഷിക്കണം. കോമ്പസ് ലൂസ് ആവാൻ പാടില്ല. ലൂസ് ആയാൽ ഒന്നുകിൽ ടൈറ്റ് ആക്കാൻ പറ്റും നോക്കാം, സ്ക്രൂ, അല്ലെങ്കിൽ പുതിയത് വാങ്ങുക. അപ്പൊ അത് ആ ഒരു ചിത്രത്തിനെ പിന്നെ അവരെന്ത് ചെയ്തു, ഓരോ പോയിന്റ് ആയിട്ട് തിരിച്ച് ഇത് ഇവിടെ 2 വൃത്തങ്ങൾ കൂട്ടിമുട്ടുന്ന സ്ഥലം മാർക്ക് ചെയ്ത് അതിങ്ങനെ വരച്ച് ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ നമുക്ക് എവിടെ ആവശ്യം വരിക, നിങ്ങൾ പല ജോലികളും ചെയ്യുന്ന ആളുകളായിട്ട് മാറും, പല എഞ്ചിനീയർമാരായിട്ട് മാറും. ആ സമയത്തൊക്കെ ഡിസൈൻ പറയുമ്പോൾ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഡിസൈൻ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ചെയ്യും. തുടക്കത്തിൽ നമ്മൾ കോമ്പസ് ഉപയോഗിച്ചാണ് ചെയ്യുക, പിന്നെ നമുക്ക് അത് നൂല് ഉപയോഗിച്ചൊക്കെ ചെയ്യാൻ കഴിയും. ടാപ്പ്, നൂലൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആമട്ടാപ്പ് പറഞ്ഞ ടാപ്പ് ഉണ്ട്, ഇങ്ങനെ ചുറ്റിയാൽ അതിൻ്റെ ഉള്ളിൽ കയറി പോണേ, കണ്ടിട്ടില്ലേ? അതിന്റെ അറ്റത്തൊരു കണ്ണി ഉണ്ടാവും. ആ കണ്ണി എന്തിനാണ്, ആ കണ്ണിയിൽ ഒരു കോല് കുത്തിയിട്ട് ഇങ്ങനെ വരക്കാൻ പറ്റും, നിലത്തോ അല്ലെങ്കിൽ ചോക്ക കയറ്റിയിട്ടൊക്കെ വരക്കാൻ പറ്റും. അപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടും അത്. അങ്ങനെയുള്ള കുറെ ടെക്നോളജി ഉണ്ട്. ഓക്കെ, ഇനി ഇത് അവർ കളർ കൊടുക്കാൻ വേണ്ടി ഒന്നുകൂടെ ഡിസൈൻ ചെയ്താണ്. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു അളവ് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കണം. ഈ പോയിന്റ് ഈ പോയിന്റ് നമ്മൾ വീട്ടിൽ നിന്ന് വെറുതെ ചെയ്തു നോക്കുക ഇതൊക്കെ കേട്ടോ. ഇത് വളരെ രസകരമായ കാര്യങ്ങളാണ്. ചെയ്ത് പിന്നെ ഒന്ന് കളർ കൊടുത്തു പോകണം, നല്ല രസത്തിൽ കിട്ടും. അപ്പൊ അളവ് മാറരുത്, അതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. ഒരിക്കലും കോമ്പസിന്റെ അളവ് മാറാൻ പാടില്ല. അത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ നിലത്ത് വെച്ച് അല്ലെങ്കിൽ വേറെ കടം കൊടുത്ത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. സ്നേഹപ്രകടനമൊക്കെ നമ്മളിത് വരച്ച് ശരിയായതിനു ശേഷം മാത്രം. ഇത് നോക്കൂ, ഇത് വരച്ചപ്പോ ആ ഒരു ചിത്രം തന്നെയാണിത്. ഇത് പിന്നെ എങ്ങനെയാ ചെയ്യുന്നത്, ഇതാ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആരം പിടിച്ചു, ഇത് എത്രയുണ്ട് നോക്കി ഈ ഭാഗം, എന്നിട്ട് എന്ത് ചെയ്തു, കോമ്പസ് ഇവിടെ കുത്തി, എന്നിട്ട് അത് ഇങ്ങനെ വരച്ചു, കണ്ട. പിന്നെ കോമ്പസ് ഇവിടെ കുത്തി, എവിടെയും കുത്താ, ഈ ഏത് പോയിന്റ് കുത്താ, കുത്തി, എന്നിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെ വരച്ചു, കണ്ട. പിന്നെ കോമ്പസ് ഇവിടെ കുത്തി, അപ്പൊ പിന്നെ ഇങ്ങനെ ആദ്യമുള്ള വൃത്താണ്, പിന്നെ വരക്കാനൊന്നുമില്ല, അങ്ങനെ വരച്ചു. വൃത്തം പൂർണ്ണമായിട്ട് വരച്ചിട്ടില്ല, പകുതി വരച്ചു. പിന്നെ കോമ്പസ് ഇവിടെ കുത്തി, അപ്പൊ കുത്തിയാൽ ഇങ്ങനെ വരും. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അത് ഭംഗിയുള്ള ഒരു ചിത്രമായിട്ട് നമുക്ക് കിട്ടും. കണ്ടോ, അതാണ് അതിന്റെ പ്രത്യേകത. ഇത് ഭംഗിയിൽ വരക്കാം. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ ചെയ്താൽ മാത്രമേ ഈ നടു അങ്ങനെ കറക്റ്റായിട്ട് വരും. അതിൻ്റെ ഇടയിൽ നമ്മളെ കോമ്പസ് നമ്മൾ വേറെ ആൾക്ക് കടം കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മളത് മാറ്റി പിടിക്കുകയോ അല്ലെങ്കിൽ നിലത്തേക്ക് ചാടുക, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മളത് അളവ് തെറ്റും. അത് കറക്റ്റ് ആയിരിക്കണം. പിന്നെ ആ കോമ്പസിന്റെ ഉള്ളിൽ ഉറപ്പിച്ച പെൻസില് അതിങ്ങനെ ഇളകാനും ലൂസാകാനൊന്നും പാടില്ല. അതൊക്കെ നമ്മൾ ശരിക്ക് പിന്നെ അവിടെ ഉറപ്പിച്ചിരിക്കണം. അതൊക്കെ രക്ഷിതാക്കളും ശ്രദ്ധിക്കണം. അവിടെ കറക്റ്റായിട്ട് ഉറപ്പിക്കാൻ വേണ്ടി കുട്ടിനെ പഠിപ്പിക്കണം. അല്ലാതെ 5ാം ക്ലാസ് എത്തിക്കഴിഞ്ഞാൽ ഓരോ കുട്ടിന്റെയും കൈ പിടിച്ച് ടീച്ചർമാർക്ക് പിന്നെ ഇത് ഉറപ്പിച്ചു തരാനൊന്നും ഒഴിവുണ്ടാവുക എന്നില്ല. ആ ചിത്രം ബാക്കിയുള്ളതൊക്കെ മായ്ച്ച് കളഞ്ഞ, സൈഡത്തൊക്കെ മായ്ച്ച് കളഞ്ഞ നടുക്കത്തെ വൃത്തത്തിന് മാത്രം എടുത്ത് കളർ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കുന്നുണ്ട്, വളരെ രസകരമാണ്, നല്ല രസമാണ് ഇതൊക്കെ ചെയ്യാൻ. അപ്പൊ അതാണ് അതിന്റെ. ഇതൊക്കെ പിന്നെ അതേപോലെ തന്നെ വൃത്തങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന മറ്റു ഡിസൈനുകളാണ്.
ഇതൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി, വരച്ചു നോക്കിയാൽ മതി. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇത് എവിടുന്ന് വന്നതാണ്? ഇതിൽ നിന്ന് ഉണ്ടായതാണ്. ഇത് കണ്ടില്ലേ, ഈ ചിത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ചിത്രം എവിടുന്ന് വന്നു? ഇത് കണ്ടില്ലേ, ഈ ഷഡ്ഭുജത്തിനെ അങ്ങോട്ട് മാറ്റിയതാണ്. കണ്ടില്ലേ, അങ്ങോട്ട് മാറ്റിയതാണ്. അങ്ങനെയാണത് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലേ? അപ്പൊ വളരെ ഈസി ആയൊരു കണക്കാണ്. നമ്മൾ 4ാം ക്ലാസ്സിലുള്ള പോലെ തന്നെ ഈസി ആയൊരു കണക്കാണ് 1ാമത്തെ പാഠം. അപ്പൊ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. സംഖ്യാലോകം എന്നുള്ള 2ാമത്തെ പാഠമാണ്. ഇന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുക. എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. 2-3 മിനിറ്റ് ഉണ്ട്.